ഫ്ലൂ ഓർ ദ കുക്കൂ നെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്ലാസിക്. കാരണം മലയാളത്തിലെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റായ താളവട്ടം ഈ നോവലിൻ്റെ അഡാപ്റ്റേഷനാണ്. ഒരു കംപ്ലീറ്റ് സിനിമ. കാരണം നമുക്ക് ഈ സിനിമയുടെ ക്യാരക്ടേഴ്സിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്സ്. ഈ സിനിമയിൽ ഫണ്ണുണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, ഇത്തിരി സ്റ്റണ്ട് ഉണ്ട്. എല്ലാത്തിലുപരി ഈ സിനിമ ഒരു നല്ല മെസ്സേജും ഒരു നല്ല തീമും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താളവട്ടം കണ്ട എല്ലാവർക്കും ഈ സിനിമയുടെ സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാം. അതായത് രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ്, ഒരു മെൻ്റൽ പേഷ്യൻറ്റും ഒരു നേഴ്സും. ഇവർ തമ്മിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഭവങ്ങൾ, അതാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ വൺ ഹൂ ഫ്ലൂ ഓവർ ദ കുക്കൂ നെസ്റ്റിൻ്റെ മെയിൻ ക്യാരക്ടറിന് ഒരു പാസ്റ്റും ഈ സിനിമയുടെ ക്ലൈമാക്സും കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ അല്ലെങ്കിൽ ഈ നോവൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീമും മെസ്സേജും, അതായത് ഫ്രീഡം, ഫൈറ്റ് അഗെയിൻസ്റ്റ് ആൻ ഒപ്രസീവ് സിസ്റ്റം, അത് അന്നും ഇന്നും എന്നും റെലവൻ്റാണ്. അതുകൊണ്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പോയറ്റിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഈ സിനിമയുടെ മെയിൻ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസ് ആണ്. ലോകം കണ്ട ഏറ്റവും മികച്ച ആക്ടേഴ്സിൽ ഒരാളായ ജാക്ക് നിക്കോൾസണും ലെജൻഡറി ആക്ട്രസ്സായ ലൂയിസ് ഫ്ലെച്ചറും മത്സരിച്ച് അഭിനയിച്ച് ഓസ്കാർ മേടിച്ച സിനിമയാണ് വൺ ഹൂ ഫ്ലൂ ഓവർ ദ കുക്കൂ നെസ്റ്റ്.